ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരോടും എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള റെഗുലർ അപ്ഡേറ്റ്സ്, കാരണം ഞാൻ എപ്പോഴൊക്കെ ലെസൺസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, നെക്സ്റ്റ് പോർഷൻസ് വരുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ്, പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ക്ലാസ് പോകാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊക്കെ ഓരോ എയിം ഉണ്ടാവും, എല്ലാവർക്കും എൻട്രൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ അല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കരുത്, കിട്ടുന്ന സമയം പഠിക്കുക. കാരണം പോർഷൻസ് നമുക്കറിയാം, പോർഷൻസിൽ വലിയ കുറവൊന്നുമില്ല, ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പഠിക്കാനുള്ളത് കൃത്യമായി തന്നെ പഠിച്ചിട്ട് പോവുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയല്ലേ ബാക്കിയുള്ള കുട്ടികൾ, അവർക്കും പഠിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് സോളിഡ്സിൻ്റെ സ്ട്രക്ചർ, അവരെങ്ങനെയൊക്കെയാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്കറിയാം സോളിഡ് അല്ലേ, സോളിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ. ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് കാണിച്ചു? ഒരു വലിയ ഷേപ്പിൽ, അതായത് ഒരു സർക്കിൾ ഷേപ്പിലൊക്കെ കാണിച്ചു. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുക. നമ്മൾ സോളിഡ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുകയാണ് അതിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മളൊരു ഹാർഡ് സ്പിയറായിട്ട്, എന്തിനാണ് സ്പിയറായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും അവരുടെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹാർഡ് സ്പിയർ ആക്കിയിട്ടാണ് സോളിഡിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത്രയും വലിയൊരാളാണിത്. അപ്പോൾ ഇതിപ്പോൾ ഈ പെന്നിപ്പോൾ എന്താ ഒരു സോളിഡാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അല്ലേ, ഇതൊരു മാറ്ററാണ്, ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾ, ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെ ഹാർഡ് സ്പിയർ. അപ്പം നമ്മൾ നമ്മുടെ എളുപ്പത്തിന് ഇതിൻ്റെ ഉള്ളിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ഹാർഡ് സ്പിയർ ആയിട്ടാണ് നമ്മൾ എന്ത് നടക്കുന്നത് ഇവിടെ കാണിക്കുന്നത്. എന്നാലേ നമുക്കത് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകും അതിൻ്റെ ഉള്ളിൽ ഇവരെങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്കിൾസ്. ഇതിപ്പോൾ ഈ ഒരു സോളിഡിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നത്, അല്ല അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത്. ഇൻ സോളിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആണ്, നല്ല ക്ലോസ് ആയിട്ട് നമുക്കറിയാലോ. ദേ ആർ ക്ലോസ്ലി പാക്ഡ് ലീവിങ് മിനിമം വേക്കൻറ്റ് സ്പേസ്, അതായത് അവർ തമ്മിലുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. അതുതന്നെയാണല്ലോ സോളിഡിനെ ലിക്വിഡ് എന്നുള്ളത് സെപ്പറേറ്റ് ആക്കുന്നത്. ലിക്വിഡ്സിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടാവും, സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇൻ സോളിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ലീവിങ് മിനിമം വേക്കൻറ്റ് സ്പേസ്. We are considering the constituent particles as hard spheres. ഹാർഡായിട്ടുള്ളൊരു സ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് ബിൽഡപ്പ് ദ 3 dimensional സ്ട്രക്ചർ. അങ്ങനെ നമ്മൾ 3 dimensional സ്ട്രക്ചർ എങ്ങനെ ബിൽഡപ്പ് ചെയ്തെന്നൊക്കെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? 3 dimensional എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം 1 dimensional പഠിക്കണമല്ലോ. സോ വി ആർ ഗോയിങ് ടു ലുക്ക് ദ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. ഡയമെൻഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. അപ്പോൾ ഡയമെൻഷനിൽ നമുക്കറിയാം 1 dimension ഉണ്ട്, 2 dimensionലുണ്ട്, 3 dimension ഉണ്ട്. 1 dimension എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിൽ, അതായത് ഈ ഒരു വര എന്ന് പറയുന്നത് 1 dimension. 2 dimension എന്ന് പറഞ്ഞതാ ഈ ഒരു ഡയറക്ഷനിലും ഇങ്ങനെയും വരും. 3 dimensionൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുണ്ടാവും, വൈ ആക്സിസ്, പിന്നെ നമ്മളെ ഫേസ് ചെയ്തിട്ട് ഇതൊക്കെ എന്താ ഒരു 3 dimension അല്ലേ. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, നമ്മളെ ഫേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതെന്താ ഒരു 3 dimension. അപ്പോൾ 3 dimension, 1 dimension, 2 dimension. അപ്പോൾ എന്താണ് 1 dimension? അപ്പോൾ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension, അതായത് 1 dimensionൽ എങ്ങനെ ക്ലോസ് പാക്കിംഗ് നടന്നിരിക്കുന്നു. നമുക്കറിയാം ദർ ഈസ് ഓൺലി 1 വേ. ഈ ഒരു 1 dimensionൽ ഈ ഹാർഡ് സ്പിയറിന് ഒരൊറ്റ ഡയറക്ഷനിലല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? ദേ ക്യാൻ ബി അറേഞ്ച്ഡ് ഓൺലി ഇൻ 1 direction. അതുകൊണ്ടാണല്ലോ ഇൻ 1 dimension, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 1D ക്ലോസ് പാക്കിംഗ് എന്ന് വെച്ചാൽ 1 dimensional ക്ലോസ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതാ. ദർ ഈസ് ഓൺലി 1 വേ ഓഫ് അറേഞ്ചിങ് ദി സ്പിയേഴ്സ് ഇൻ 1 dimensional ക്ലോസ്ഡ് പാക്ക് സ്ട്രക്ചർ, that is to arrange them in a row touching each other. So there is only one way to arrange the particles in 1 dimension, that is by ഇതെന്താ ഈ ഹാർഡ് സ്പിയർ ആണ്,
സ്പിയേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? ഒരൊറ്റ ഡയറക്ഷനിൽ ടച്ചിങ് ഈച്ച് അതർ. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാളെ പഠിക്കാനുള്ളതാണ് കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? എന്താണ് കോർഡിനേഷൻ നമ്പർ തന്നെ അല്ലേ? കോർഡിനേറ്റ് ചെയ്യുന്ന നമ്പർ അല്ലേ? അങ്ങനെ ഒന്ന് പറയുമ്പോൾ നമുക്ക് പറയാം കോർഡിനേറ്റ് ചെയ്യണ നമ്പർ. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. സോ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ നിയറസ്റ്റ് നെയ്ബറിൻ്റെ നമ്പറിനെ, എത്ര നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ട് ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോർഡിനേഷൻ നമ്പർ. സോ വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എന്നല്ല ചോദിക്കുക, ചിലപ്പം ഡിഫൈൻ കോർഡിനേഷൻ നമ്പർ, റൈറ്റ് ഡൗൺ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension ഒക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് കോർഡിനേഷൻ നമ്പർ? ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. ദ നമ്പർ ഓഫ് ദി നിയറസ്റ്റ് നെയ്ബർ. ഈ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ദി നിയറസ്റ്റ് നെയ്ബർ ഓഫ് എ പാർട്ടിക്കിൾ. That is called as coordination number. In 1 dimension, we can see each sphere. ഈ ഒരു സ്പിയർ എടുത്ത് ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 2. ഈ ഒരു സ്പിയർ എടുത്താൽ 2 ആൾ, ഈ ഒരു സ്പിയർ എടുത്താൽ 2 ആൾ. ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വരയ്ക്കാനുള്ള നമ്മുടെ സ്പേസിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് നമ്മൾ ഇത്രയേ വരച്ചിട്ടുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ കോർഡിനേഷൻ നമ്പർ ഇസ് in 1 dimensional closed packed structure is in 1 dimensional closed packed structure. The coordination number എത്രയാണ്? 2. The coordination number is 2. So what is coordination number? Coordination number is the number of the nearest neighbor of a particle, and in 1 dimensional closed packed structure the coordination number is 2. Clear ആയല്ലോ? പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ഇതായിരിക്കും നെക്സ്റ്റ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. എന്താണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension? അപ്പോൾ 2 dimension എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കും. ഇതിപ്പോൾ 1 dimension, ഇതിൻ്റെ മുകളിലൂടെ വരികയാണെങ്കിൽ എന്താണ് 2 dimension അറേഞ്ച്മെൻറ്റ്. അപ്പം ഇൻ 2 dimensional ക്ലോസ് പാക്കിംഗ് ദ പാർട്ടിക്കിൾസ് ആർ സ്റ്റാക്ഡ് one over the another. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയിട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഇതപ്പം ഞാൻ കാണിച്ചിരുതാം. ഇത് നമുക്ക് ആദ്യം ഒരു 1 dimension വരയ്ക്കണം, എന്നിട്ടല്ലേ നമുക്ക് 2 dimensionലേക്ക് ഇതാ. ഇതിപ്പം ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും പാർട്ടിക്കിൾസ് അല്ലേ ഇതാ ഇങ്ങനെ സ്റ്റാക്ക് 1 over the അതർ. അപ്പം നമുക്ക് ചിന്തിച്ചൂടെ ഇതിനെ വേറൊരു രീതിയിലും കൂടെ അറേഞ്ച് ചെയ്തുകൂടെതാ. അപ്പോൾ ഇത് 1 dimensionൽ ഇങ്ങനെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഇവിടെ ഒന്നിൻ്റെ താഴെ ഒന്ന്, അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചിന്തിച്ചൂടെ എന്തുകൊണ്ട് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് കണ്ടോ? അതുതന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 2 dimensional arrangement. There are 2 ways in which the packing can be done. അതായത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാൻ ഇത് കണ്ടോ, രണ്ട് വിധം കാണുമ്പോൾ തോന്നും ഒക്കെ ഒരുപോലെയാണ്. അല്ല, ഇതെങ്ങനെയാണ് 1 dimensionൽ രണ്ടാളും സെയിം. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ താഴെയായിട്ട് വേണമെങ്കിൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യാം. ചില കേസിൽ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഈ 2 ആൾക്കാർ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണമെങ്കിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യാം. സോ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension ക്യാൻ ബി ഡൺ ഇൻ 2 ways. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. ഇതൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഓരോ സോളിഡ്സ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് അതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വിധത്തിൽ. സോ വി ആർ ഗോയിങ് ടു ലേൺ ദി ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. 2 dimension close packed structures can be generated by placing the rows of closed packed spheres in 2 ways. 2 വേസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വേ പഠിക്കാം. നമുക്ക് ആദ്യം ഒരു വേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം നമ്മൾ 2 dimension ക്ലോസ് പാക്കിങ്ങിൻ്റെ ഒരു വേ ആദ്യം പഠിക്കാം. ഇതാണ് ഫസ്റ്റ് റോ അല്ലേ, ഇതാണ് ഫസ്റ്റ് റോ. So we can say that the second row may be placed in contact with the first row. Second row is placed in contact with the
ഫസ്റ്റ് റോ, ദാറ്റ് ഈസ് എക്സാക്ട്ലി ദോസ് ഓഫ് ദി ഫസ്റ്റ് റോ അല്ലേ. എങ്ങനെയാണ് ഫസ്റ്റ് റോ ഉള്ള പോലെ തന്നെ സെക്കൻഡ് റോനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ദി സ്ഫിയേഴ്സ് ഓഫ് ദി ടു റോസ് ആർ അലൈൻഡ് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വേർട്ടിക്കലി ഇൻ ദ സെയിം വേ അല്ലേ. ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും നോക്കിയപ്പം ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്. ഇഫ് വി കോൾ, അപ്പം നമ്മൾ ഈ ഒരു റോന് എ എന്ന്, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പറയാം ഈ ഒരു എ എന്നാണ് പറയാം. സെക്കൻഡ് റോയും എനെ പോലെ തന്നെയല്ലേ, അപ്പോൾ ഇതിന് എന്ത് പറയാം, വീണ്ടും എ എന്ന് പറയാം. തേർഡ് റോ നോക്കൂ, സെയിം അല്ലേ, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും പോലെ തന്നെ. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. കണ്ടല്ലേ, എല്ലാം ഒരേപോലെ തന്നെ, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോ ഒക്കെ ഒരേപോലത്തെ വയ്ക്കുന്നു. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് വി ക്യാൻ ഓൾസോ കോൾഡ് ആസ് എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ചോദിക്കാം, what is a type of arrangement? A type of arrangement is seen in two-dimensional arrangement in which the second row will be the same as the first row and they will be arranged exactly in vertically and horizontally in the same way as the first row arranged, and this type of arrangement is known as a type of arrangement. ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ പഠിച്ചു വേറൊരാൾ ഇപ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കണം, കോർഡിനേഷൻ നമ്പർ. എങ്ങനെയാണ് കോർഡിനേഷൻ നമ്പർ? നമ്മൾ പറഞ്ഞു ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബറിങ് പാർട്ടിക്കിൾ അല്ലേ, ഒരു പാർട്ടിക്കിളിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള നെയ്ബറിങ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പം ഞാൻ ഇയാളെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ റോ ഞാൻ വരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് നടുക്കുള്ള ഒരാളല്ലേ കാണിക്കാൻ പറ്റൂ. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ മുകളിലും ഇവിടേക്കൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലേതെങ്കിലും ഒരാളെടുക്കുകയാണ്. ഇയാളെ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇയാളെ തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇയാളുണ്ടല്ലോ, ഇയാളെ തൊട്ടടുത്ത് അല്ലേ, ഇയാളുണ്ട് തൊട്ടടുത്ത്. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ക്ലോസ് ആയിട്ടുള്ള നെയ്ബേഴ്സ് അല്ല, അത് ഇപ്പുറത്തും ഇപ്പുറത്തും ഈ പാർട്ടിക്കിളിനോട് ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഒന്നിയാളുണ്ട് അല്ലേ, 4 ആൾക്കാരുണ്ട്. ആൻഡ് so the coordination number of this type of arrangement is 4. 4 പാർട്ടിക്കിൾസ് ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തപ്പം എന്തുണ്ട്, 4 ആൾക്കാരുണ്ട്. ഇനി നമ്മൾ വിചാരിക്കുക ഈ 4 ആൾക്കാർ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ, നമുക്ക് എന്ത് കിട്ടി? ഈ 4 ആൾക്കാരെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടിയോ? ഇനി വേറെ ഇതിലേത് പാർട്ടിക്കിളിനെ എടുത്ത് നോക്കൂതാ, ഇയാളെ ഞാൻ എടുക്കുകയാണേ. ഇയാളെ തൊട്ടടുത്ത് ഒരാളിവിടെ ഉണ്ട്, തൊട്ടടുത്ത് ഇയാളുണ്ട്, ഇതിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ഇയാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? സ്ക്വയർ. ദാറ്റ് ഈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈച്ച് സ്ഫിയർ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദ 4 ഓഫ് ഇറ്റ്സ് neighbors. Thus the coordination number is 4. If the centers of these 4 immediate neighbors are joined, a square is formed, and this packing is called as, very important, square close packing. എന്താണ് ഇതിൻ്റെ പേര്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. അത് പ്രത്യേകം പറയരുത്, 2 dimension ഇല്ല. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. പഠിച്ചില്ല, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? സ്ക്വയർ ക്ലോസ്, അതായത് 2 dimension ക്ലോസ് പാക്കിങ്ങിൽ നമുക്കറിയാം ദ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ 1 dimension. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? 2 dimension നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് the constant particles are arranged in such a way that the second layer is placed exactly below the first layer and the third layer also in the same way, and so they are similar in both in horizontal and in vertical arrangement. അതാണ് ഇവരെ പാക്കിംഗ്. ഇനി why they are called as A type nana, if we consider the first row as A, the second layer is also same like of the first row and the third layer is also same as the first and second row, so we can call them as A type.
So coordination number of square close packing, we can say that each particle is in contact with the 4 neighboring spheres. So the coordination number of square close packing in 2 dimensions is 4. If we join these center of these 4 spheres, we are getting a square type structure, and this packing is known as square close packing. പഠിച്ചില്ലേ? സിമ്പിൾ. ഇനി അടുത്തത്, അപ്പോൾ ഇനി അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വേലും കൂടി ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടോ ഈ ഫസ്റ്റത്തെ 2 ആൾക്കാരെ ഗ്യാപ്പിൽ. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റിൽ എങ്ങനെയാണ് നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ലെയർ എങ്ങനെ നമ്മൾ ആദ്യം ഉള്ള പോലെ തന്നെ 1 ഡയമെൻഷനിൽ. ഇനി എന്താണ് നമ്മുടെ സെക്കൻഡ് എവിടെ, നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചു, ഇതിൻ്റെ ജസ്റ്റ് താഴെ ഈ സെക്കൻഡ് ലെയർ എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 ആൾക്കാർ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തു. ഞാൻ പ്ലേസ് ചെയ്തതല്ല, ചില സോളിഡ്സ് എടുത്ത് പഠിച്ചപ്പോൾ കണ്ടതാണ്. കണ്ടോ ദേ ആ പ്ലേസ് ജസ്റ്റ് എസ് ദി എന്താണ് ആ ഒരു അവർ തമ്മിലുള്ള ഗ്യാപ്പിൽ ആ ഒരു ഗ്രൂവ്സിൽ എന്ത് ചെയ്യും, പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഇനി തേർഡ് ലെയർ എന്ത് ചെയ്യും, വീണ്ടും ഇതേപോലെ തന്നെ ഇവരുടെ ഗ്രൂവ്സിൽ പ്രസൻറ്റ് ചെയ്തു. കണ്ടോ ഇതേപോലെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് നോക്കുക ഇനി ഇവർക്ക് എന്താ സ്പെഷ്യാലിറ്റി. അതായത് the second row may be placed above the first in a staggered manner such that the spheres fit in the depression of the first row. അതായത് second row is placed in the depression of the first row. ഫസ്റ്റ് റോയിൽ വരുത്തുന്ന ഈ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ചെറിയൊരു ഹോളില്ലേ, അതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് റോ വയ്ക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് എ ആണെന്ന് വിചാരിക്കാം. ഇതേപോലെയാണോ, ഷേപ്പല്ല ഞാൻ ചോദിക്കണത്, എ പോലെയാണോ? ഇല്ല, എൻ്റെ താഴെയാണ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ബി എന്ന് വിളിക്കുക. എ പോലെയല്ല, എൻ്റെ അതേപോലെയല്ല അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, എൻ്റെ ഗ്രൂപ്പ്സിലായതുകൊണ്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നുകൊണ്ട് ഇതിനെ ബി എന്ന് വിളിക്കാം. ഇനി തേർഡ് ലെയർ ഒന്ന് നോക്കൂ. തേർഡ് ലെയർ ഇവരെ ഗ്രൂപ്പ്സിലാണ്. നോക്കിയേ എങ്ങനെയുണ്ട്, തേർഡ് ലെയറും എ ലെയറും ഒരുപോലെയല്ലേ. തേർഡ് ലെയർ ഇസ് സെയിം ലൈക്ക് ആസ് ദാറ്റ് ഓഫ് എ. ഗ്രൂപ്പ്സിലാണെങ്കിലും പോലും അവരുടെ അറേഞ്ച്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം എ പോലെ തന്നെയാണ് ഇവർ. സോ ഇതിനെന്ത് പേര് കൊടുക്കാം, എ തന്നെ പേര് കൊടുക്കാം. എന്ത് നമുക്ക് കൊടുക്കാം, എ തന്നെ പേര് കൊടുക്കാം. എന്തുകൊണ്ടാണ്, ദ സെയിം ലൈക്ക് ദാറ്റ് ഓഫ് എ പോലെ തന്നെ ഒരു മാറ്റവും അവർക്കില്ല എൻ്റെ. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്ത് പറയും, എ ബി എ ടൈപ്പ് അല്ലെങ്കിൽ എ ബി ടൈപ്പ്. ഇതിൻ്റെ താഴെ ഒരു ലെയർ വന്നു കഴിഞ്ഞാൽ നോക്കാം, ഇതിൻ്റെ ഡിപ്രഷനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ വരയുടെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതും നോക്കൂ, സെയിം അല്ലേ. ഈ നടുക്കുള്ള ബിയും സെയിമാണ്. അപ്പോൾ ഇതിന് എന്ത് അറേഞ്ച്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും, എ ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്, that is the second layer is placed in the depression of the first row if the arrangement of spheres in the first row is called as A type. The one in the second row is different and may be called as B type. B എന്ന് വിളിച്ചൂടെ. And the third row is placed adjacent to the second one അല്ലേ, second one in adjacent. This layer is same that of A type for the first layer, so it is called as A type. The spheres of similarly placed in the fourth row will be aligned same like of that of the B type, and this type of arrangement is known as AB type arrangement. ഇനി നമുക്കിവിടെ എന്ത് നോക്കണം, ഇവരെ കോർഡിനേഷൻ നമ്പർ നോക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ, ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ എടുക്കുക. അപ്പം ഞാനിത് ഇതിനെടുക്കാമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ആയിട്ട് ഇതാ ഒരാളിവിടെ അല്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് ഒരാൾ, ഇതിനോട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരാളിവിടെ, ടച്ച് ചെയ്തിരിക്കുന്ന ഒരാളിവിടെ, ഒരാൾ ടച്ച് ചെയ്തു.
അപ്പോൾ എത്ര ഉണ്ട് ഈ ഒരു പാർട്ടിക്കിളിന് നോക്കാം 1 2 3 4 5 6. So the coordination number of this AB type packing is 6. 6 ആൾക്കാരായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കും. ഇനി ഞാൻ ഇവരെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ I will get a structure of ഇതെന്താ സാധനം ഹെക്സഗൺ, റെഗുലർ ഹെക്സഗണിൻ്റെ ഷേപ്പ് കിട്ടിയല്ലോ. സോ ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഇസ് നോൺ ആസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimensions. ശ്രദ്ധിക്കണം, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നത് കാണുന്നുണ്ടോ അല്ലേ? ഈ ഫസ്റ്റ് ലെയറിൽ ഒരു ഗ്യാപ്പിലെ ഈ ഒരു ഗ്യാപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇതിന് ഗ്യാപ്പിനെ നമ്മൾ വോയിഡ്സ് എന്ന് പറയും. എന്താ പറയുക? വോയിഡ്സ് എന്ന് പറയും. അതായത് ഈ ഒരു സ്പേസിന്, അതായത് ഒരു ലെയറിൻ്റെ ഇവിടെ വരുന്നൊരു ഗ്യാപ്പിനെ നമ്മൾ പറയും വോയിഡ്സ് അല്ലേ? ഈ ഒരു വോയിഡ്സ് നിങ്ങൾക്ക് 2 ടൈപ്പിൽ കാണാം. ഇത് കണ്ടോ, ഇതെന്ത് ഷേപ്പാണ്? നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ഒരു ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് ലെയറിൻ്റെ വോയിഡ്സിൽ ട്രയാങ്കിളിൻ്റെ എപ്പെക്സ്, അതായത് ഈ ഒരു പോയിൻ്റിൽ ഒരു ട്രയാങ്കിളുടെ എപ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലേ? ഈ ഒരു പോയിൻ്റ് ഇതിൻ്റെത് അപ്വേർഡാണ്. ഇനി സെക്കൻഡ് ലെയർ ഇവർ തമ്മിലുള്ളതിൻ്റെ ഗ്യാപ്പ് നോക്കുമ്പോൾ we can see that the apex is pointed downwards. So there is a triangular shape, or we can see that there are some empty spaces in them, and these empty spaces are having a triangular shape, and the triangular boards are of 2 different types. The one row, the apex is pointing upwards, and the next layer the apex is pointing downwards. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 dimensionലും 1 dimensionലും ക്ലോസ് പാക്കിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കി എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു എന്താണ് ക്ലോസ് പാക്ക് സ്ട്രക്ചർ എന്നല്ലേ. ഇൻ സോളിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ് പാക്ക് ലീവിങ് ദ മിനിമം വേക്കൻറ്റ് സ്പേസ്. അത് നമ്മൾ കണ്ടല്ലോ. സോ വി ആർ കൺസിഡറിങ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആസ് ഹാർഡ് സ്ഫിയേഴ്സ്. ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension, ഓൺലി 1 way അല്ലേ? 1 dimension ഒറ്റ ഡയറക്ഷനിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാൻ. ദാറ്റ് ഈസ് പ്ലേസിങ് ദ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ക്ലോസ് ടു വൺ അനദർ. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞത് കോർഡിനേഷൻ നമ്പർ എന്താണ്? ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് ദി നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension പറഞ്ഞു. 2 dimensionൽ 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് and hexagonal close packing. Square close packing the speciality in the second row is placed just below the first layer, and the coordination number is 4. And if we join the neighboring constituent center of the neighboring constituent particle, we will get a square. So this type of packing is known as square close packing. This is also known as A type of പാക്കിംഗ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റത്തെ ലെയർ പോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ പോലെ തന്നെയാണ് തേർഡ് ലെയർ. അപ്പോൾ അത്രയും കാര്യം അവിടെ പറഞ്ഞു. പിന്നെ നമുക്ക് പറയാണ്ടത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആ. ദ സ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് റോ ആർ ജസ്റ്റ് കെപ്റ്റ് ഇൻ ദ ഡിപ്രഷൻ ഓഫ് ദി ഫസ്റ്റ് റോ. ദ സ്പിയർ ഇൻ ദ തേർഡ് റോ വിൽ ബി വെർട്ടിക്കലി അലൈൻ വിത്ത് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയും എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു. ഈ ഒരു പാക്കിങ്ങിന് വേറൊരു കാര്യമുണ്ട്. ഈ പാക്കിങ്ങിന് ലെസ് ഫ്രീ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഇവർ മോർ എഫിഷ്യൻ്റ് ആണ്. അത് നമുക്ക് പിക്ചർ നോക്കി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇവർ ലെസ് ഫ്രീ സ്പേസ് ആണുള്ളത്. പിന്നെ നമ്മൾ കണ്ടു ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദിസ് ഇസ് 6 ആണെന്ന് പറഞ്ഞു. അത് ജോയിൻ ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് എ പിക്ചർ ഓഫ് ഒരു സ്ട്രക്ചർ ഓഫ് എ ഹെക്സഗണൽ. സോ ദിസ് ഇസ് നോൺ ആസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി ഈ 2 പിക്ചർ ഒന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതിൽ ഇത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് അല്ലേ? സ്പേസ് ഇല്ലേ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ? ഇവിടെ നോക്കൂ, അവിടെ സ്പേസ് കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഇസ് മോർ എഫിഷ്യൻറ്റ്. കാരണം ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് അടുത്ത് നിൽക്കുമ്പോൾ അവിടെ സ്പേസ് കുറയുമ്പോൾ എന്താവും? അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, കംപ്രസിബിലിറ്റി ഒക്കെ കുറയും കമ്പയർഡ് ടു ദിസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ദാറ്റ് ഓഫ് the hexagonal close packing is more efficient than that of square close packing because there is less space. കണ്ടില്ല, they are having less space.
നമ്മളിന്ന് ഇത്രയും കാര്യം പഠിച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അപ്പം എന്ത് ചെയ്യണം, ഇനി ഇത്രയും പഠിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3 ഡയമെൻഷനാണ് നമുക്ക് കുറച്ച് നല്ലോണം കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ നിന്നാണ് നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം നിങ്ങൾ കമൻസിലിട്ടോളൂ. പിന്നെ ആരൊക്കെയോ നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു. നോട്ട്സ് വേണം, പക്ഷേ എങ്ങനെ നോട്ട്സ് തരും, അതാണ് പ്രശ്നം. ഇപ്പോൾ യൂട്യൂബിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കില്ല ഇത് നോക്കി എഴുതുക എന്നുള്ളത്. എൻ്റെ ഒരു ഓപ്ഷൻ എപ്പോഴും ഞാൻ പറയാം, ഓൾവേസ് പ്രിപ്പയർ യുവർ ഓൺ നോട്ട്. സ്വന്തമായി പഠിച്ച് സ്വന്തമായിട്ട് നോട്ട് എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, പഠിത്തം വേറെ ഒന്നിലും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പഠിക്കുക. എൻ്റെ ക്ലാസ് കേൾക്കുക, വിക്ടേഴ്സിലും ഉണ്ട് ക്ലാസ്സിൽ. നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് നോക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാത്തിനും 1-2 ഇപ്പോൾ ഞാൻ എഴുതിയ പോയിൻറ്റ്സ് പോലെ ഞാൻ കണ്ടല്ലോ, ഞാൻ സ്വന്തമായി നോട്ട്സ് എഴുതി വെക്കുന്നതാണ്. കാരണം നമുക്ക് ടെക്സ്റ്റ് നോക്കി പഠിപ്പിക്കാം, ബട്ട് എപ്പോഴും കൺവീനിയൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റുക, നമുക്ക് മനസ്സിലാവുക സ്വന്തമായി നോട്ട്സ് എഴുതും. അപ്പോൾ അത് പോയിൻ്റൊക്കെ എഴുതിയാൽ എക്സാമിൻ്റെ സമയത്ത് ഓടിച്ചിട്ട് നോക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെ നോട്ട്സ് തരാമെന്നുള്ളത്, അതിനുള്ളൊരു എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞ് എങ്ങനെ നോട്ട്സ് തരാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കും. ഓക്കെ, താങ്ക് യു.